Hello, welcome back to another video. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രോസസ് കോസ്റ്റിംഗും ജോബ് ഓർഡർ കോസ്റ്റിംഗും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ജോബ് ഓർഡർ കോസ്റ്റിംഗ് എന്താണ്? ജോബ് ഓർഡർ കോസ്റ്റിംഗ് ഇപ്പൊ നമ്മൾ യുണീക്ക് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന കോസ്റ്റിംഗ് രീതിയാണ് ജോബ് ഓർഡർ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികൾ ജോബ് ഓർഡർ കോസ്റ്റിംഗ് ആണ് ഫോളോ ചെയ്യുന്നത്. ഓരോ ജോബും യുണീക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ജോബിന്റെയും കോസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓരോ ജോബിന്റെയും കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഡയറക്റ്റ് മെറ്റീരിയൽസും ഡയറക്റ്റ് ലേബറും മാനുഫാക്ചറിങ് ഓവർഹെഡും കൂടെ ആഡ് ചെയ്ത് നമ്മൾ ഓരോ ജോബിന്റെയും കോസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാണ് വേണ്ടത്. ഈ ജോബ് ഓർഡർ കോസ്റ്റിംഗ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് പൊതുവെ കൺസ്ട്രക്ഷൻ മേഖലകളിൽ, അതുപോലെ ഇന്റീരിയർ ഡിസൈനിങ്ങിലും കസ്റ്റം മെയ്ഡ് ഫർണിച്ചേഴ്സിലും ഒക്കെയാണ് നമ്മൾ ജോബ് ഓർഡർ കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. ഇതിന് ഈസി ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് കൺസ്ട്രക്ഷൻ കമ്പനി. ഇപ്പൊ നിങ്ങൾക്ക് ഒരു 3 BHK ഹോം പണിയണം എന്നുണ്ടെങ്കിൽ ആ സ്പെസിഫിക് ഹോമിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ് ആയിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവുക. അതേസമയം വേറെ സ്പെസിഫിക്കേഷൻ ഉള്ള ഡിസൈനിൽ ചേഞ്ച് ഉള്ള വേറൊരു വീടാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു കോസ്റ്റ് ഷീറ്റ് ആയിരിക്കും പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുക. സോ ഇഫ് ദ കോസ്റ്റ് ഇസ് കാൽക്കുലേറ്റഡ് ഇൻഡിവിജ്വലി വി ഫോളോ ജോബ് ഓർഡർ കോസ്റ്റിംഗ്. നെക്സ്റ്റ്, പ്രോസസ് കോസ്റ്റിംഗ്. കമ്പനി ഐഡന്റിക്കൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് ലാർജ് ക്വാണ്ടിറ്റീസിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് പ്രോസസ് കോസ്റ്റിംഗ് ആണ്. ഇവിടെ എല്ലാ പ്രോഡക്ട്സും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. അതേസമയം ജോബ് ഓർഡർ കോസ്റ്റിംഗിലെ പോലെ ഇവിടെ ഓരോ പ്രോഡക്ട്സും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കോസ്റ്റ് ട്രാക്ക് ചെയ്യുന്നില്ല. പകരം നമ്മൾ ടോട്ടലി ഉള്ള മെറ്റീരിയൽസ്, ലേബർ, മാനുഫാക്ചറിങ് ഓവർഹെഡ് ടോട്ടലി കണ്ടുപിടിച്ചിട്ട് അത് എത്ര യൂണിറ്റ്സ് ആണോ പ്രൊഡ്യൂസ് ചെയ്തത് അതിലേക്ക് അലോക്കേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. പ്രോസസ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് വരുന്നത് കെമിക്കൽ ഇൻഡസ്ട്രി, ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രി, അതുപോലെ തന്നെ ബീവറേജസിലൊക്കെയാണ്. ബിസ്ക്കറ്റ് മാനുഫാക്ചറിംഗിൽ നമ്മൾ പ്രോസസ് കോസ്റ്റിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബിസ്ക്കറ്റ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം സിമിലർ ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ് അവിടെ നടക്കുന്നത്. ആദ്യം നമ്മൾ മിക്സ് ചെയ്യുന്നു, പിന്നെ ബേക്കിംഗ് നടത്തുന്നു, അതിനുശേഷം പിന്നെ കൂൾ ചെയ്യുന്നു, പിന്നെ അവരെ പാക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ ഐഡന്റിക്കൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രോസസ് കോസ്റ്റിംഗ് ആപ്റ്റ് ആണ്. ടോട്ടൽ ആയിട്ടുള്ള കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഓരോ ബിസ്ക്കറ്റ് പാക്കറ്റിലേക്കും ഈ കോസ്റ്റിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജോബ് ഓർഡർ കോസ്റ്റിങ്ങിനെ പറ്റിയും പ്രോസസ് കോസ്റ്റിങ്ങിനെ പറ്റിയും ക്ലിയർ ആയിട്ടൊരു പിക്ചർ നിങ്ങൾക്ക് കിട്ടിക്കാണുമല്ലോ. ഇനി ഇതുപോലെയുള്ള കണ്ടന്റ് റിലേറ്റഡ് വീഡിയോസിന് ടു ഫോളോ.